ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്രീ ഫയറിന് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് ചെറിയൊരു ചാലഞ്ചിങ് വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനൊപ്പം സാബിത്തിനൊപ്പം ഒരു ഇത് കളിച്ചതാണ്, ക്ലാഷ് ലോൺ വോൾഫ്. അപ്പോൾ അതാ ഞങ്ങളുടെ എതിർ ടീമായിട്ട് റീസ്റ്റാർ കളിയുടെ ലാസ്റ്റ് 5:30. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് വെച്ചാൽ റീസ്റ്റാറിനെ 1 ടാപ്പ് അടിക്കണം. ഇതാണ് റീസ്റ്റാർ. ഇതാ കണ്ട, ആ കില്ലിന് വെച്ചിട്ട് ഓടണം റീസ്റ്റാർ. ഫസ്റ്റത്തെ കളിയല്ല, എതിർ ടീം ജയിച്ച കളി എന്നെ സാബിത്തിന് ഞങ്ങൾ രണ്ടാളെയും ആ ഒരു കില്ലി 1 ടാപ്പ് അടിച്ചിട്ട്, കില്ലല്ല റീസ്റ്റാർ. ഓക്കെ, എൻ്റെ ടേണാണ് ഗണ്ണ് ചൂസ് ചെയ്യണേ. ഞാൻ AK-47 AWM ആണ് എടുത്തുകണേ. ഇത് മതി. ഇനി നമ്മൾ AK-47 വെച്ചിട്ട് നമ്മൾ അടിച്ചോ 1 ടാപ്പ്. ഓക്കെ, 2 റെഡ് ഔട്ടിലും തീർത്തു. ഒരു ബോഡി ഷോട്ട് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മുടെ ചാലഞ്ച് നമ്മൾ വളരെ പെട്ടെന്ന് തീർത്തിരിക്കുകയാണ്. ഓക്കെ, മറ്റോനെ സാബിത്ത് വന്നിട്ടുണ്ട്. സാബിത്ത് നല്ലൊരു പ്ലെയറൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യം നല്ല പെട്ടെന്ന് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ്. ഇനി നമ്മൾ സാബിത്തിൻ്റെ ഒപ്പം ഒരു 1v1 കളിക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ വീണ്ടും ഒരുത്തനും 1 ടാപ്പ് അടിച്ചിട്ടുണ്ട്. 1 ടാപ്പ് അടിച്ചോട്ടെ, എന്തോന്ന് കയറി, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അങ്ങനെ നമ്മളെന്തായാലും ബൂയി അടിച്ചിട്ടുണ്ട്. ഞമ്മൾക്ക് എന്തായാലും സാബിത്തിന് വിളിച്ച് കാര്യം പറയാം. ഇതാ സാബിത്ത്, ഞങ്ങൾ 2 പേരും ഹെഡ് എക്സ്പേർട്ടാണ്. കണ്ടാ, എതിർ ടീമിന് നിങ്ങളവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അവിടെ റീസ്റ്റാറിന് കണ്ടില്ലേ, പിന്നെ ഇത് റീസ്റ്റാറിന് 1 ടാപ്പ് അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അത് റീസ്റ്റാർ ആവാൻ ഒരു ചാൻസും ഇല്ല, ഉറപ്പാ. നമുക്ക് എന്തായാലും അതിൻ്റെ ഒപ്പം ഒരു 1v1 കളിക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യലോ എന്നൊക്കെ എൻ്റെ മാപ്സ് എടുത്ത്. ഓക്കെ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത. ഓക്കെ, നമുക്കൊന്ന് ബാക്ക് അടിക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 1v1 ആണ്. നല്ല സെറ്റ് റെക്കോർഡ് ചെയ്യുന്നു. ഈ കളിയിൽ നമ്മൾ AK-47 വെച്ചിട്ടല്ല ഗൈസ് കളിക്കണേ, ഒന്ന് മാറ്റി പിടിക്കാം. AK-47 വെച്ച് സാബത്തിൻ്റെ അടുത്ത് പോയാൽ സീനാ, അവൻ തീർക്കും. ലോങ് റേഞ്ച് ഗണ്ണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ലോങ് റേഞ്ച് ഗണ്ണ് തോന്നിയത് വുഡ്പെക്കറാണ്. അതുകൊണ്ട് വുഡ്പെക്കറും പിന്നെ MP40 ഡെസേർട്ടും പിന്നെ ഒരു പാനും. അടുത്ത കളി നമുക്ക് MP5 മാക്സ് എടുക്കാം. എല്ലാം ഒന്ന് കൂടുതൽ എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് കയറി ചെല്ലാം. അവൻ എന്നെ അടിക്കാൻ വേണ്ടി ആ ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് പുറത്ത് ചാടുന്നതും ഞാൻ ഗോൾഡ്. അതാണ് അടി. നമുക്ക് ഫസ്റ്റായിട്ട് റഷ് ചെയ്ത് കയറാം, എന്നിട്ട് നമുക്ക് നമ്മളെ റഷ് ചെയ്ത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത കളി, ഈ കളി മിക്കവാറും ഞാൻ ചാവും, ഉറപ്പാണ്. എന്തായാലും ബാക്കിൽ ഗോൾട്ട് വെച്ചേക്കാം, കാരണം ഈ ഫ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ചിലപ്പോൾ ബാക്കിൽ കൂടെ ഞാട്ട ഗോളിൻ്റെ ബാക്കിൽ കൂടെ വന്ന് ഇതാണ് കണ്ട. എന്തായാലും ഓൻ്റെ അടുത്ത് ഒന്ന് പറയാം, ഇത് നിൻ്റെ ഹെഡ് ഷോട്ട് 1 ടാപ്പ് കൊണ്ടൊന്നല്ല ഞാൻ ചത്ത. എൻ്റെ സ്പീഡ് അറിയാണ്ട് യൂസ് ചെയ്തപ്പോൾ ഗൂഗിൾമ തലടിച്ചെന്ന് പറയാം. ഓക്കെ, നമ്മളെന്തായാലും ഇതെടുത്തിട്ടുണ്ട്. ഇത് മാറ്റട്ടെ, MP40 പറ്റിയിട്ട് വുഡ്പെക്കർ എടുക്കട്ടെ. എല്ലാം ഒന്നും കൂടി എടുത്ത് വെച്ചേക്കാം, ചിലപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മറന്നാലോ. ഓക്കെ, അയ്യോ എനിക്ക് ഇതില്ലേ, മെഡിക്കേറ്റ് ഇല്ല ഗൈസ്. അതല്ല, നമുക്ക് എന്തായാലും അടിക്കുന്ന ടൈമിൽ ഞാൻ മെഡിക്കേറ്റൊക്കെ എടുത്ത് സെറ്റാക്കാം. എന്തായാലും ഓക്കെ, കൊടുത്തു. ഇതാണ് ഓൻ്റെ 2 അടിക്ക് ഇപ്പം ചത്തിയത് ഞാൻ, ജസ്റ്റ് മിസ്റ്റ്. ഓക്കെ, നമുക്കെന്തായാലും ഞാൻ ബാഗ് വാങ്ങട്ടെ ഫസ്റ്റ്. ഓക്കെ, റഷ് ചെയ്ത് കയറി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ബാഗ് വാങ്ങാൻ നിന്ന് പണി കിട്ടും. ഞാൻ ഓപ്പണിക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. നമ്മളൊന്നും കയറാത്ത ഫ്രിഡ്ജുമൊക്കെ ഞാൻ വെടിവെച്ചേ. ഓൻ്റെ റെഡ് ഔട്ടിക്ക് തന്നെ വെടിവെച്ചത്. റെഡ് ഔട്ടല്ല,
അതെന്തോ ഒരു വീഡിയോ ഫ്രിഡ്ജിമ്മക്കാണ് കൊള്ളണം എല്ലാതും. നമുക്ക് നല്ലൊന്ന് മാറുന്ന ഗൂവാളിട്ടിട്ട് അടിക്കാം. എനിക്ക് പിന്നെ ഗൂവാളിൻ്റെ സ്കിന്നില്ല ഗൈസ്. എങ്ങനെയാണ് ഈ ഗൂവാളിൻ്റെ സ്കിന്നൊക്കെ കിട്ടണമെന്ന് എന്നുവെച്ചാൽ ഡയമണ്ട് കൊടുക്കാതെ ഗൂവാളിൻ്റെ സ്കിൻ എങ്ങനെയെങ്കിലും കിട്ടാൻ വല്ല വഴി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. എന്തായാലും രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ സാബിത്തിനെ അടിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, സാബിത്ത് നല്ല പ്ലെയറൊക്കെ തന്നെയാണ്. ഫസ്റ്റത്തെ കളി കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ബാഗ് വാങ്ങിക്കാത്തതുകൊണ്ടോ തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ ബാഗൊക്കെ വാങ്ങിച്ചാണ്, അതുകൊണ്ട് ഇല്ല. ഓക്കെ നമുക്ക് റഷ് ചെയ്ത് കയറിച്ചല്ല. ഓക്കെ, ഞാൻ രണ്ട് മിന്നൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയല്ലേ ഞാൻ നേരത്തെയും പോയേ ഫസ്റ്റത്തെ റൗണ്ട്. മിക്കവാറും ഈ റൗണ്ട് ഞാൻ ചാൻസില്ല. നമുക്കെന്തായാലും ജസ്റ്റൊക്കെ ഒന്ന് വെടിവെച്ച് കളിക്കാം, ഓനൊന്ന് ഓപ്പണിങ് കിട്ടാൻ. ശരി, പുള്ളിക്കാരൻ ഓപ്പണിങ് എത്തിയല്ലേ. ഓക്കെ, അവനത് അവിടെ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ മെഡിക്കിറ്റൊക്കെ ഒന്ന് സെറ്റാക്കി. എന്തായാലും നന്നായി. ഒരു മെഡിക്കിറ്റ് എന്തായാലും യൂസ് ചെയ്തു. എന്തായാലും ഇനിയും മെഡിക്കേറ്റ് നമുക്ക് നല്ല ഹെൽത്തൊക്കെ കുറേ ഹെൽത്ത് കുറയുമ്പോൾ നമുക്ക് മെഡിക്കേറ്റൊക്കെ യൂസ് ചെയ്താൽ. ഇപ്പം എന്തായാലും എത്ര പേര്. ഓക്കെ ഒരു വെടി അവൻ്റെ തലക്കെട്ട് കയറിക്കണ്. മിക്കവാറും മെഡിക്കേറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്കെന്തായാലും ഓൻ്റെ തന്നെ സാധനം കൊടുക്കാം. എന്തായാലും ഓൻ്റെ നിനക്ക് ആവശ്യമുള്ളതായിട്ടൊന്നും കിട്ടിയില്ല. ഓക്കെ, ഒരു മെഡിക്കേറ്റും കൂടി ഇവിടുന്നുണ്ടോ. ഓൻ്റെ കൈമൊക്കെ അടിക്കോ? ഇല്ല. നമ്മളെന്തായാലും മിന്നലിട്ട് കയറി ചെന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്തിക്കാം. ബാക്കിലൊക്കെ ഒരു കോൾഡ. ചിലപ്പോൾ ഓനും മിന്നലാണെങ്കിൽ അവൻ്റെ പവർ യൂസ് ചെയ്തിക്കണം. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഗൈസ്. ഓന് ഏത് ക്യാരക്ടറിനിട്ടാണോ കളിക്കണം. മിന്നലാൻ ചാൻസ് ഉണ്ടായോണ്ടാ ഞാൻ ബാക്കിലൊരു കോൾഡാട്ടെ. നമുക്ക് റഷ് ചെയ്ത് കയറണം, അല്ലെങ്കിൽ വേണ്ടോ ഇങ്ങോട്ട് വരട്ടെ. ഇതായിട്ട് 2-3 മണിട്ട് നമുക്ക് ഒരിക്കൽ ശ്രമിക്കാം. പണ്ട് കയറില്ല, മിക്കവാറും ചത്തില്ല. ഗൈസ് അപ്പോൾ ഡിഫീറ്റായി, എന്നാലും കുഴപ്പമില്ല. ഗൈസ്, നാളത്തെ വീഡിയോയിൽ നമ്മൾ സാബത്തിൻ്റെ ഒപ്പം ഒരു 1v1 1 ടാപ്പായിട്ട് വരാം. അതുവരെയും ഹലോ.